പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യഹർജി ഹൈക്കോടതി വിധി പറയുന്നത് മാറ്റി. കേസ് ഡയറി ഹാജരാക്കാൻ സിബിഐക്ക് കോടതി നിർദ്ദേശം നൽകി. ജാമ്യാപേക്ഷ എതിർത്ത് സിദ്ധാർത്ഥിന്റെ അമ്മ നൽകിയ ഉപഹർജിയിലും ഹൈക്കോടതി വാദം കേട്ടിരുന്നു. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളുടെ ജാമ്യഹർജികൾ ഹൈക്കോടതി വിശദവാദത്തിന് ശേഷമാണ് വിധി പറയാനായി മാറ്റിയത്. കേസ് ഡയറി ഹാജരാക്കാൻ സിബിഐക്ക് ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് നിർദ്ദേശം നൽകി. സിദ്ധാർത്ഥന്റെ അമ്മയെ ഹൈക്കോടതി നേരത്തെ ജാമ്യഹർജിയിൽ കക്ഷി ചേർത്തിരുന്നു. സിബിഐ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ നിന്നും പ്രതികളുടെ പങ്ക് വ്യക്തമാണ്. അതിനാൽ പ്രതികളുടെ ജാമ്യാപേക്ഷകൾ തള്ളണമെന്നുമാണ് സിദ്ധാർത്ഥന്റെ അമ്മയുടെ ആവശ്യം. പ്രതികൾക്ക് ജാമ്യം ലഭിക്കരുതെന്നാണ് കുടുംബത്തിന്റെ ആഗ്രഹമെന്നും ഹൈക്കോടതിയിൽ വാദം കേൾക്കാനെത്തിയ സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രതികരിച്ചു. നമ്മൾ പറയേണ്ട മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. CBIയുടെ ആണെങ്കിലും എല്ലായിടത്തും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മുടെ സംശയങ്ങളും നമുക്ക് ഇനി വരാനുള്ള ആരൊക്കെ ഉണ്ട് ആൾക്കാരുടെ എല്ലാം മുമ്പേ പറഞ്ഞായിരുന്നു. ഇപ്പം ഇന്ന് ഹിയറിംഗ് കേൾക്കാനാണ് ഞാൻ വന്നത്. ഹിയറിംഗ് കേൾക്കാനായിട്ട് എന്താണെന്നുള്ള അറിയാൻ. അപ്പം ഹിയറിംഗ് കേട്ടു. നമ്മുടെ കോടതി മാറ്റി വെച്ചേക്കുക. ഇതിപ്പോൾ 2 ദിവസത്തിനകത്ത് അറിയാമായിരിക്കും. ഏതായാലും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടരുത് എന്ന് തന്നെയാണ്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബാക്കിയെല്ലാം കോടതി തീരുമാനിക്കട്ടെ. സിദ്ധാർത്ഥൻ നേരിട്ടത് ക്രൂരമായ ആക്രമണമാണെന്നും പ്രതികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമാണെന്നും വാദത്തിനിടെ CBI കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം ശരിയായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്നും 60 ദിവസമായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണെന്നും ജാമ്യം നൽകണമെന്നുമാണ് പ്രതികളുടെ വാദം. ജനം, കൊച്ചി.